അങ്ങനെ 2026 ഫിഫ വേൾഡ് കപ്പിൽ അങ്ങനെ 2 രാജ്യങ്ങൾ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യ സെമി ഫൈനലിൽ വമ്പന്മാരായ ഫ്രാൻസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് സ്പെയിൻ ഫൈനലിലേക്ക് എത്തിയതെങ്കിൽ രണ്ടാമത്തെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അർജന്റീന ഫൈനലിലേക്ക് കടന്നുവരികയും ചെയ്തത്. 19-ാം തീയതി രാത്രി സ്പെയിനും അർജന്റീനയും തമ്മിൽ ആ ഫൈനലിൽ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ആരായിരിക്കും ലോക ചാമ്പ്യന്മാരായി മാറുക? എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്പെയിൻ വിജയിക്കണമെന്നുള്ളതാണ്. നമുക്കറിയാം, മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനും കണ്ടു നിൽക്കാനാവാത്ത വിധം ക്രൂരതകളാണ് കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി ഇസ്രായേൽ ഫലസ്തീനിലെ ജനങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിരപരാധികളായിട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു. ഇപ്പോഴും ഈ നിമിഷം പോലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം നിരവധി പേരാണ് ദിനംപ്രതി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ആ സ്വന്തം മരത്തിൽപ്പെട്ട ആ സഹോദരങ്ങൾ ഇത്രയധികം ക്രൂരതകൾ അനുഭവിക്കുമ്പോഴും അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ കഴിയാതെ പല ഇസ്ലാമിക രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ കടന്നു പോകുമ്പോഴും യൂറോപ്പിലെ വൻ ശക്തി രാജ്യങ്ങളെല്ലാം ആ ഇസ്രായേലിൻ്റെ ക്രൂരതകൾക്ക് നേരെ കണ്ണടയ്ക്കുമ്പോഴും മനുഷ്യത്വത്തിൻ്റെ പക്ഷം ചേർന്ന് നെഞ്ചു വിരിച്ചു നിന്ന ഒരു രാജ്യമുണ്ട്. അതാണ് സ്പെയിൻ. ഫലസ്തീനു വേണ്ടി യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും ശക്തമായി ശബ്ദിച്ചതും ആ സ്പെയിൻ തന്നെയാണ്. ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഒരു യൂറോപ്യൻ രാജ്യത്തും നടക്കാത്ത അത്ര വലിയ പ്രതിഷേധങ്ങളാണ് സ്പെയിനിലെ തെരുവുകളിൽ നടന്നത്. പതിനായിരങ്ങളല്ല, ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരാണ് മാഡ്രിഡിൻ്റെയും ബാഴ്സലോണയുടെയും തെരുവുകളിൽ ഫലസ്തീൻ ജനതയ്ക്കായി അവർ അണിനിരന്നത്. കേവലം ജനങ്ങൾ മാത്രമല്ല, അവിടുത്തെ ഭരണാധികാരികളും ഈ അനീതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളാണ് അവർ സ്വീകരിച്ചത്. സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസിൻ്റെ വാക്കുകൾ നാം എല്ലാവരും ഓർക്കേണ്ടതുണ്ട്. അന്താരാഷ്ട്ര വേദികളിൽ ഇസ്രായേൽ നടത്തുന്ന ആ കൂട്ടക്കുരുതികളെ പരസ്യമായി അപലപിക്കാൻ അദ്ദേഹം ഒരിക്കലും ഭയപ്പെട്ടില്ല. Good morning. I would like to inform you that at the meeting of the Council of Ministers that will be held today, the government of Spain will approve the official recognition of Palestine as a state. With this decision, Spain joins the more than 140 countries that already recognize Palestine. This is a historic decision that has a single goal: to contribute to achieving peace between Israelis and Palestinians. Y ustedes van a prohibir ese debate en este Parlamento. Y finalmente, señorías, el Gobierno ha situado a España en el lado correcto de la historia. Lo que está pasando en Gaza es un genocidio. Repita conmigo, señoría, es un genocidio. ഗസയിൽ നടക്കുന്നത് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ലംഘനമാണ്. നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന് ഇസ്രായേലിൻ്റെ മുഖത്ത് നോക്കി പറയാൻ സ്പെയിൻ പ്രധാനമന്ത്രി കാണിച്ച ആർജവം ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടതാണ്. ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിക്കാൻ സ്പെയിൻ എടുത്ത ധീരമായ ആ ഒരു തീരുമാനം സയനിസ്റ്റ് ശക്തികളെ ചില്ലറയൊന്നുമല്ല ചൊടിപ്പിച്ചത്. സ്പെയിൻ കേവലം വാക്കുകളിൽ മാത്രം ഒതുക്കിയില്ല. ഫലസ്തീൻ്റെ അതിജീവനത്തിനായി അന്താരാഷ്ട്ര കോടതികളിൽ വരെ നിലപാടുകൾ അവരെടുത്തു. ഇസ്രായേലിനെ അന്താരാഷ്ട്ര കായിക വിനോദങ്ങളിൽ നിന്ന് വിലക്കണമെന്ന നിലപാടെടുത്ത വ്യക്തിയായിരുന്നു സ്പെയിൻ പ്രധാനമന്ത്രി. ഒരു യൂറോപ്യൻ രാജ്യം ഇത്ര ശക്തമായി തങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നത് ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ജനങ്ങൾക്ക് നൽകിയ പ്രതീക്ഷ ചെറുതൊന്നുമല്ല. അതോടൊപ്പം ഈ ഫുട്ബോൾ ലോകകപ്പിൽ സ്പെയിൻ ഫൈനലിലേക്ക് വരുന്ന സമയത്ത് അതിലേറ്റവും കൂടുതലും ചർച്ച ചെയ്യപ്പെട്ടൊരു പേരുണ്ട്. അത് മറ്റാരുടെയും പേരല്ല, ലോക ഫുട്ബോളിൽ വലിയ ഇതിഹാസമായി മാറിക്കൊണ്ടിരിക്കുന്ന വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള സ്പെയിനിൻ്റെ സ്വന്തം ലാമിൻ യമാൽ. ലാമിൻ യമാലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, അദ്ദേഹം ഒരു മുസ്ലിമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു മൊറോക്കോക്കാരനാണ്. പിന്നീട് സ്പെയിനിലേക്ക് വരികയും അവിടുത്തെ പൗരത്വം സ്വീകരിക്കുകയുമാണ് ചെയ്തത്. ഗോളടിച്ചതിന് ശേഷം മൈതാനത്ത് സുജൂദ് ചെയ്ത യമാലിൻ്റെ ചിത്രങ്ങളൊക്കെ വലിയ വൈറലായിരുന്നു. വെറും കൗമാരപ്രായത്തിൽ തന്നെ ലോക ഫുട്ബോളിൻ്റെ നെറുകയിലെത്തിയ യമാൽ കേവലം കളിക്കളത്തിൽ മാത്രമല്ല ആരാധകരുടെ ഹൃദയം കവർന്നത്. യൂറോ കപ്പിലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലും തിളങ്ങി നിൽക്കുന്ന സമയത്തെല്ലാം ലാമിൻ യമാൽ നിലകൊണ്ടത് മനുഷ്യത്വത്തിനൊപ്പമായിരുന്നു. തൻ്റെ ടീം വലിയ വിജയം നേടിയതിനു ശേഷം ഒരു വലിയൊരു വാഹനത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ലാമിൻ യമാൽ ഫലസ്തീൻ്റെ പതാക ഉയർത്തിപ്പിടിച്ച ആ ഒരു ദൃശ്യം ലോകം മുഴുവനും വലിയ രീതിയിൽ വൈറലായിരുന്നു. ഫലസ്തീനിലെ ജനങ്ങളുടെ വിലാപം ലോകത്തിന് മുന്നിലെത്തിക്കാൻ ആ കൗമാരക്കാരൻ കാണിച്ച ധൈര്യം സമാനതകളില്ലാത്തതാണ്. ഫുട്ബോൾ എന്നത് കേവലം വിനോദത്തിനുള്ളതല്ല, മറിച്ച് മർദ്ദിതരുടെ ശബ്ദം കേൾപ്പിക്കാനുള്ള ഇടം കൂടിയാണെന്ന് ലാമിൻ യമാൽ അതിലൂടെ തെളിയിച്ചു. സ്പെയിനിൻ്റെ ചുവന്ന ജേഴ്സി അണിഞ്ഞ് യമാൽ പന്ത് തട്ടുമ്പോൾ ഫലസ്തീനിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതൊരു വലിയ പ്രതീക്ഷയാണ്. ഇനി ഇതിൻ്റെ മറ്റൊരു വശം നോക്കുമ്പോൾ സ്പെയിനിൻ്റെ ഈ മാനുഷിക നിലപാടുകൾക്ക് നേരെ വിപരീത ദിശയിലേക്കാണ് ഇന്ന് ലോകത്തെ മറ്റൊരു ഫുട്ബോൾ രാജ്യമായിട്ടുള്ള അർജന്റീനയുടെ സഞ്ചാരം. അർജന്റീന എന്ന് പറയുന്ന രാജ്യത്തോടോ അവിടുത്തെ കളിമിടുക്കന്മാരോടോ ഉള്ള വ്യക്തിപരമായ എതിർപ്പല്ല ഇത്.
നമുക്കറിയാം അവിടെ മികച്ച കളിക്കാരുടെ രാജ്യമാണ്. ലയണൽ മെസ്സി എന്നറിയപ്പെടുന്ന ഫുട്ബോൾ ഇതിഹാസത്തിൻ്റെ രാജ്യമാണ് അർജന്റീന. അദ്ദേഹത്തിൻ്റെ കളി മികവുകളെല്ലാം അത്ഭുതത്തോടുകൂടി നാം എല്ലാവരും നോക്കിയിരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടുള്ള എതിർപ്പോ അദ്ദേഹത്തോടൊപ്പം കളിക്കുന്ന മറ്റു കളിക്കാരോടുള്ള വ്യക്തിപരമായ എതിർപ്പല്ല ഇത്, മറിച്ച് ആ രാജ്യത്ത് നയിക്കുന്ന ഭരണകൂടത്തിൻ്റെ അതിക്രൂരമായ രാഷ്ട്രീയ നിലപാടുകളോടുള്ള വിയോജിപ്പാണ്. അർജന്റീനയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജാവിർ മിലൈ ഒരു കടുത്ത സയനിസ്റ്റ് അനുകൂലിയാണ്. ഇസ്രായേൽ ഗസയിൽ 10,000 വരുന്ന കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുമ്പോഴും അതിനെ പരസ്യമായി പിന്തുണയ്ക്കുകയും ആ ഇസ്രായേലിന് പൂർണ്ണ സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഈ ജാവിർ മിലൈ. അർജന്റീനയുടെ എംബസി ജെറുസലേമിലേക്ക് മാറ്റുമെന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ഫലസ്തീനുകളോടുള്ള വെല്ലുവിളിയായിരുന്നു. ഇതിനെല്ലാം സാധൂകരിക്കുന്ന രീതിയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രസ്താവനകൾ പുറത്തുവന്നത്. സയനിസ്റ്റ് അജണ്ടകളെയും ഇസ്രായേലിനെയും കണ്ണുമടച്ച് പിന്തുണയ്ക്കുന്ന ജാവിർ മിലൈയുടെ അർജന്റീന തന്നെ ഇത്തവണ ലോകകപ്പ് ജയിക്കണമെന്നുള്ളതാണ് നെതന്യാഹു പരസ്യമായി പറഞ്ഞു വെച്ചത്. സെമിഫൈനലിൽ അർജന്റീന വിജയം കൈവരിച്ചപ്പോൾ ഇസ്രായേലിൻ്റെ തെരുവുകളിൽ കാണാൻ സാധിച്ചത് വലിയ രീതിയിലുള്ള വിജയാഘോഷങ്ങളായിരുന്നു. അതിൻ്റെ ചില ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. שהשם אזרח חשוב על ארגנטינה. കണ്ടില്ലേ, ഇസ്രായേൽ ജനത തെരുവുകളിൽ അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞ് ആർത്തു വിളിക്കുകയാണ്. അവർക്കത് കേവലം ഒരു കായിക വിജയം മാത്രമായിരുന്നില്ല, മറിച്ച് തങ്ങളെ അനുകൂലിക്കുന്ന ഒരു സഖ്യകക്ഷിയുടെ വിജയമായിരുന്നു. ഫലസ്തീൻ ചോരയിൽ മുങ്ങിക്കിടക്കുമ്പോഴും ഇസ്രായേൽ ജനത അർജന്റീനയുടെ വിജയം ആഘോഷിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ആദ്യത്തെ സെമിഫൈനലിൽ സ്പെയിൻ വിജയം കൈവരിച്ച സമയത്ത് തകർന്നടിഞ്ഞ ഗസയിലെ ടെൻറ്റുകൾക്കിടയിലും പട്ടിണി കിടക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകളിലും ഫലസ്തീനികൾ സ്പെയിനിൻ്റെ വിജയം അവർ നെഞ്ചോട് ചേർത്ത് ആഘോഷിക്കുകയായിരുന്നു. അതെ, സ്വന്തമായ ഒരു രാജ്യമോ ഒരു പതാകയോ ഉയർത്താൻ സ്വാതന്ത്ര്യമില്ലാത്ത ഗസയിലെ സാധാരണക്കാർ സ്പെയിനിൻ്റെ വിജയത്തിൽ തങ്ങളുടെ സ്വന്തം വിജയം കണ്ടു. സ്പെയിനിലെ മാഡ്രിഡിലും അതോടൊപ്പം ബാഴ്സലോണയിലും വിജയാഘോഷങ്ങൾ നടന്നപ്പോൾ സ്പാനിഷ് പതാകകൾക്കൊപ്പം വാനോളം ഉയർന്നത് ഫലസ്തീൻ്റെ പതാകകളായിരുന്നു. വിജയാഘോഷങ്ങളുടെ വേദി പോലും ഫലസ്തീൻ ജനതയ്ക്കുള്ള സമർപ്പണമാക്കി മാറ്റാൻ അവിടുത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞു. സ്പെയിൻ ഈ ലോകകപ്പ് നേടിയാൽ അത് കേവലം ഒരു സ്പോർട്സ് വാർത്ത മാത്രമായിരിക്കില്ല, മറിച്ച് ലോകത്തെ ഏറ്റവും വലിയ അധിനിവേശ ശക്തികൾക്കും സയനിസ്റ്റുകൾക്കും കിട്ടുന്ന ശക്തമായ ഒരു മറുപടി കൂടിയായിരിക്കും അത്. ഇസ്രായേലിൻ്റെ കൂട്ടക്കുരുതികൾക്ക് കുടപിടിക്കുന്ന ആ ഭരണാധികാരികൾ നയിക്കുന്ന അർജന്റീനയല്ല, മറിച്ച് തങ്ങളുടെ സർവ്വപ്രതാപങ്ങൾക്കിടയിലും ഫലസ്തീനിലെ പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി അതിർത്തികൾ കടന്ന് ശബ്ദമുയർത്തിയ സ്പെയിനാണ് ഈ കപ്പിനർഹർ. ലാമിൻ യമാലിനെ പോലെയുള്ള യുവതാരങ്ങൾ ആ ലോകകപ്പ് ട്രോഫി ഉയർത്തുമ്പോൾ അത് ലോകത്തിൻ്റെ മനസാക്ഷിക്ക് മുന്നിൽ ഫലസ്തീൻ പതാക ഉയർത്തുന്നതിന് തുല്യമായിരിക്കും. ഗസയിലെ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇരുന്നുകൊണ്ട് ഇന്നും സ്പെയിൻ ടീമിനായി കൈയടിക്കുന്ന കുഞ്ഞുങ്ങളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിയണമെങ്കിൽ നീതിയുടെയും മനുഷ്യത്വത്തിൻ്റെയും കാറ്റ് സ്പെയിനിനൊപ്പം വീശണം. ഈ ലോകകപ്പ് നീതിയുടെ വിജയമാകട്ടെ, ഫലസ്തീനെ പിന്തുണയ്ക്കുന്ന സ്പെയിൻ ചാമ്പ്യന്മാരാകട്ടെ. ഇത് പറയുമ്പോൾ സ്വാഭാവികമായും ചില ആളുകൾ ഒരു ചോദ്യം ചോദിക്കാം, എന്തിനാണ് കളിയിൽ അല്ലെങ്കിൽ ഫുട്ബോളിൽ മതം പറയുന്നത് എന്ന്. നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം 10,000 വരുന്ന മനുഷ്യരെ കൊന്നൊടുക്കിയ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഫുട്ബോളിൽ രാഷ്ട്രീയം കൊണ്ടുവരാമെങ്കിൽ എനിക്കും അതിൽ രാഷ്ട്രീയം പറയാം.